വീഡിയോ കാണുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഗൈസ്, നമ്മുടെ വീഡിയോസിനൊക്കെ വ്യൂസ് കുറവാണ്. അത്യാവശ്യം വ്യൂസ് കിട്ടുന്ന വീഡിയോ ഒക്കെ കോപ്പിറൈറ്റ് അടിച്ച് പോവുകയാണ്. അതുകൊണ്ട് വീഡിയോ കാണുന്നവരൊക്കെ അത് ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടി ചെയ്യണം പ്ലീസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രൊഫഷണൽ കില്ലറിന്റെ കഥയാണ്. പടത്തിന്റെ പേര് ക്രോധം 2. നമ്മളുടെ ക്രോധം അടക്കിപ്പിടിച്ച് കാണേണ്ട ഒരു സിനിമ കൂടിയാണിത്. ഇതാണ് നമ്മുടെ നായകൻ, പ്രൊഫഷണൽ കില്ലർ. ഇങ്ങേര് തന്നെ വികസിപ്പിച്ചെടുത്ത ടോണി സ്റ്റാർക്കിന്റെ കയ്യിൽ പോലും ഇല്ലാത്ത മാരകമായ ആയുധങ്ങളൊക്കെ വെച്ചാണ് ഇയാൾ എല്ലാവരെയും കൊല്ലുന്നത്. பணம் தர்றேன்னு சொன்ன முதலாளி இந்த ஸ்ட்ரைக்கு காரணம் காட்டி பணம் தர மறுத்துட்டாரு. அதனால அவரோட மனைவி இறந்துட்டாங்க. என்ன சொன்ன இங்க வா. டேய், 4 பேர் செத்தா தாண்டா 4000 பேர் நல்லா இருக்க முடியும். கரெக்ஷன், 4 இல்ல 5. അങ്ങനെ ആദ്യത്തെ ടാർഗറ്റിനെ നമ്മുടെ കില്ലർ തീർക്കുകയാണ്. അത് പോലീസുകാർക്ക് അങ്ങോട്ട് ഇഷ്ടാവണില്ല. கேவலமா இருக்கு. 2 மாசத்துல 4 கொலை. അതുകൊണ്ട് ഈ കില്ലറിനെ പിടിക്കാൻ വേണ്ടി പോലീസുകാരെല്ലാരും ചേർന്ന് ഒരു പുതിയ ഫോഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. அதுக்காக ஒரு ஸ்பெஷல் டாஸ்க் ஃபோர்ஸ் அமைச்சிருக்கோம். அதுக்கு யார் பொறுப்பு? அசிஸ்டன்ட் கமிஷனர் லதா. அது சம்பந்தமா பொண்ணுட்ட ആരംഭത്തിൽ അപമാനം. രാത്രി കില്ലറായി മാറുന്ന ഇയാള് രാവിലെ ഒരു ആർക്കിടെക്റ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. நீங்க அப்ரூவல் பண்ணிட்டீங்கன்னா கட்டிட வேலையை ஆரம்பிக்கலாம். സോനോസക്കി കാക്കിനി ഇത്തക്കറ സുസുമിത്തെ കുഡാസായി. എന്തൂട്ടേ പറയണേ? ദുനിയാവിലെ ഏത് ഭാഷ ഇത്? ഈന സുഗനി അജ്മിനസായി. ഇപ്പൊ എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമല്ലോ. ഇല്ല. ലേതു 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 மாடல் ரொம்ப நல்லா இருக்கான். இமீடியட்டா வேலையை ஆரம்பிக்கலாம்னு சொல்றாங்க. இவன் தான் தீரன். உண்மையான பேர் பிரேம். இவனுக்கு துப்பாக்கிக்காரன்னு இன்னொரு பேர் இருக்கு. கண்டிப்பா இவன் தான் இந்த கொலைகளை செஞ்சிருப்பான், சந்தேகமே இல்ல. എല്ലാം അറിയാച്ച പോയി പിടിച്ചൂടെ? இவனை பத்தி யார்கிட்ட டிஸ்கஸ் பண்ணீங்களா? இப்பதான் ஃபைல முதல்ல உங்ககிட்ட கொண்டு வரேன். லதா, உங்களை நம்பலாமா? நான் சொல்ற மாதிரி செய்வீங்களா? എന്തൊക്കെയോ ഇവര് കാര്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ എപ്പോഴത്തെയും പോലെ നമുക്കതൊന്നും കേൾക്കാൻ പറ്റില്ല. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയണേ. ഈ ട്യൂണ് ഞാൻ എവിടെയോ കേട്ടുണ്ടല്ലോ. சொன்ன ഞാൻ അടിച്ചു പൊട്ടിക്കും. അങ്ങനെ കില്ലർ അടുത്ത ടാർഗറ്റിനെ കൊല്ലാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. நல்ல வேலை வாங்கி தரேன்னு கூட்டிட்டு வந்து இப்படி எங்களை எல்லாம் விபச்சாரத்துல ஈடுபட சொல்றீங்களே, நல்லாவே இருக்க மாட்டீங்க, நாசமா போயிடுவீங்க. இது என்ன தப்பான தொழில் நினைச்சீங்களா? நல்ல தொழில் தாமா. இதுல தான் சேல்ஸ் டாக்ஸ், இன்கம் டாக்ஸ், எந்த பிரச்சனையுமே கிடையாது. അത്രയ്ക്ക് നല്ല തൊഴിലാണെങ്കിൽ നീ സാരി കെട്ടി ഇറങ്ങിക്കോടാ. இது என்ன தப்பான தொழில் நினைச்சீங்களா? നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ. ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ധീരൻ ഇവിടേക്ക് വന്നിക്കണത്. പക്ഷെ കോമഡി എന്താന്ന് വെച്ചാ ഇയാൾ അരണേനെ പോലെ വന്ന കാര്യം മറന്ന് അവിടെ അങ്ങനെ തന്നെ നിൽക്കാണ്. സൂപ്പർഡാ, സൂപ്പർ. ഇയാൾ എപ്പോഴാ വെടിവെക്കാൻ പോണത്? എല്ലാരും ചത്തു കഴിഞ്ഞിട്ടോ? என்னையா உன் நெத்தியில லேசா ஒளி தெரியுது? என்னது லேசா ஒளியா? லேசா ஒளி இல்லடா, லேசர் ஒளி. ഒമ്പോ മാസ് ഡയലോഗ്. ഇതെന്തത് പടം മാറി ജംബോ സർക്കസ് ആയോ? ഇത്രയും പേര് നേരെ നിന്ന് വെടിവെച്ചിട്ടും ഇയാൾക്ക് മാത്രം ഒന്നും പറ്റുന്നില്ല. കണ്ടു 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 കയറ് കണ്ടു കയറ്. സംഭവം പൊളിഞ്ഞായിരുന്നു. நான் உங்களுக்கு உதவி பண்ணது யாருக்குமே தெரியக்கூடாது, புரியுதா? A few moments later. 2 மாசம் 4 விஐபிங்களை கொலை பண்ணிட்டு ஒண்ணும் புரியலங்கற? அதுக்கு ஆதாரம், സാക്ഷി, ആധാരം പോതുമാ? ഇത്രയും നേരം ഇയാളെ പിടിക്കാൻ വേണ്ടി നടന്ന പോലീസ് സമൂഹത്തിലെ ദുഷ്ടന്മാരെ കൊല്ലാനുള്ള ഓർഡർ ഇയാൾക്ക് തന്നെ കൊടുക്കുകയാണ്. നല്ല ബെസ്റ്റ് പോലീസ്. We need your service. என்ன செய்யணும்னு சொல்லுங்க. கொலை செய்யணும். 1 இல்ல 3. போலீஸால செய்ய முடியாததை இந்த ஜீர்னால் தான் செய்ய முடியும்னு சொல்றீங்க, அப்படிதானே? Yes. എടാ നിന്നെ പോലൊരു മണ്ടനുണ്ടോ? Yes. അങ്ങനെ നമ്മുടെ കില്ലറിന് ഇവര് തന്നെ ഒരു പേരിട്ടു, ഡേഞ്ചർ മാൻ. உனக்கு ஒரு புது கோட் நேம் தரணுமே. Why not danger man? ഇതൊരു കൂറപ്പേരാടോ. Yes. Why not? ഇതൊക്കെ ചെറിയ പിള്ളേര് കളിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കുന്ന ഓരോ പേരോളാണ്. ഇങ്ങേരാണ് ഡേഞ്ചർ മാന്റെ അടുത്ത ടാർഗറ്റ്. അയ്യോ, അത് സ്ക്രിപ്റ്റിലില്ല.
അമ്മോ, അത്രയും വലിയ ബന്ധങ്ങളിലേക്കൊക്കെ നമുക്ക് പോണോ? எல்லாத்திலும் மழை தான் இருக்காங்க. ஒரு ஈக்காக்கா கூட உள்ள வர முடியாதுண்ணே. ഇതെന്താ സെപ്റ്റി ടാങ്കോ? ഒരു തോക്ക് വെച്ച് വെടിവെക്കേണ്ട കാര്യമുള്ളൂ, അതിനാണ് ഇയാളുടെ ഈ മകുടിയൂത്ത്. ആ പോണത് മിക്സിയാണോ? അല്ല, മിക്സി ഓണാക്കിയ സൗണ്ടൊക്കെ വരുന്നുണ്ടല്ലോ. ഇതെന്താടത്? എന്തത്? നേരത്തെ കത്തിച്ചിട്ടതിൽ ഒരു പടക്കം ഇപ്പോഴാ പൊട്ടിയത്. ഇതെന്താ? നേരത്തെ പൊട്ടാത്തൊരു പടക്കണ്ട, അത് പൊട്ടിയതാ. ഇനി തലച്ചക്ര വലുതും ബാക്കി ഡേഞ്ചർമാന്റെ രണ്ടാമത്തെ ടാർഗറ്റാണ് രത്നവേൽ. രത്നവേലിന്റെ അടുത്തേക്ക് പോകുന്ന ഡേഞ്ചർമാൻ തമിഴ്നാട്ടിൽ പെട്ടെന്ന് തന്നെ ഭൂകമ്പം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുകയാണ്. அந்தமான் தீவு கிட்ட கடலுக்கு அடியில பூமியில பிளவு ஏற்பட்டு அப்படியே விரிசல் விட்டு தமிழ்நாடு நோக்கி வருது. உங்க ஏரியால இருக்க மேட்டூர் டேம், பூலாம்பட்டி டேம் உடையறதுக்கு நிறைய சான்சஸ் இருக்கு. അയാളുടെ തലയിൽ പിണ്ണാക്കായതുകൊണ്ട് അയാൾ അത് വിശ്വസിക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മുടെ ഡേഞ്ചർമാൻ രത്നവേലിന്റെ വീട്ടില് ആധുനിക ടെക്നോളജിയായ പല്ലി ക്യാമറ വെച്ചിട്ട് പോവുകയാണ്. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? എന്തായാലും ഇയാൾ ഇപ്പൊ ഈ രത്നവേലിന്റെ വീട്ടിലെത്തി. അപ്പൊ അവിടെ വെച്ചെന്നെ അയാൾ അങ്ങോട്ട് വെടിവെച്ച് കൊന്നാ പോരെ? ഇതെന്ത് പൊട്ടനാണോ ഇയാള്? രത്നവേല് ഒരു പെണ്ണിനെ കൂട്ടി ബെഡ്റൂമിലേക്ക് വരികയാണ്. പക്ഷെ ആ റൂമില് ഡേഞ്ചർമാൻ നേരത്തെ തന്നെ കുറെ സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. രത്നവേൽ അയാളുടെ രത്നങ്ങളൊക്കെ പുറത്തെടുക്കുന്നതിന് മുന്നേ ഡേഞ്ചർമാൻ ക്യാമറ അങ്ങോട്ട് ഓഫാക്കി. ഇയാള് രത്നവേലിന്റെ പരിപാടി കഴിയുന്നവരെ സമയമൊക്കെ സെറ്റ് ചെയ്ത് ഈ പൊട്ടൻ അവിടെ തന്നെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു ബ്രദർ, നന്നായി നിങ്ങൾ ഒന്നും ചെയ്യാഞ്ഞത്. അല്ലെങ്കിൽ തന്നെ രത്നവേലിന്റെ പരിപാടി ഇത്ര മണിക്ക് കഴിയുന്നു ഇയാൾക്ക് എങ്ങനെ അറിയാം? രത്നവേലിന്റെ പരിപാടി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ഡേഞ്ചർമാൻ തന്റെ ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് രത്നവേലിന്റെ കട്ടിൽ ഇളക്കി വിടുകയാണ്. എന്തിന്? കുതിര ഓടണോ ചേട്ടൻ? ഇതെന്താ ചേച്ചിക്ക് അനക്കൊന്നുമില്ലല്ലോ, ചത്തോ? பூகம்பம் வரப்போகுது. பெட்டெல்லாம் ஆடுது, உனக்கு ஒண்ணும் தெரியலையா? பூகம்பமா? நீங்க தான் ஏதோ பண்ணுங்கன்னு நினைச்சேன். A few moments later. நான் வரல, நீங்க போங்க. என் பேர் சத்து சொல்ல. உன்னை உயிரோட விடுறதோ கொலை செய்யறதோ உனக்கு பின்னாடி நிக்கிற ஜனங்க எடுக்க வேண்டிய முடிவு. உன்னை வெட்டாம விட மாட்டேன். അങ്ങനെ നമ്മുടെ രത്നവേലും പടായി. അത് പോലീസിനെ അറിയിക്കാൻ വേണ്ടി ഡേഞ്ചർമാൻ തന്റെ കീപാഡ് ഫോണ് വീഡിയോ ക്യാമറയിൽ കണക്ട് ചെയ്ത് അതുവഴി വീഡിയോ കോൾ ചെയ്യുകയാണ്. അയ്യോ വയ്യ. ഇനി അടുത്തത് ഇയാള് നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്തിട്ട് ആ പാമ്പ് ഗെയിമിന്റെ ഉള്ളിക്ക് പോകും. ഇയാളുടെ കയ്യിലില്ലാത്ത ടെക്നോളജി ഒന്നും ഇല്ലാട്ടോ. ഇയാളുടെ അടുത്ത് ഇല്ലാത്ത ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, തലച്ചോറ്. നമ്മുടെ അടുത്ത ടാർഗറ്റ് ആണ് യോഗരാജ്. അതിന്റെ ഇടയിൽ സത്യങ്ങളൊക്കെ അറിഞ്ഞ ഡേഞ്ചർമാന്റെ കാമുകി അയാളുടെ കരണം അടിച്ചു പൊളിക്കുകയാണ്. നിക്കേ, അടിച്ചു നിന്നെ കൊല്ലു ഞാനിന്ന്. എന്റെ പേര് പറഞ്ഞാൽ നാലെണ്ണം കൊടുക്ക. അവിടെ ഒരു ഫ്ലാഷ് ബാക്ക്. ഡേഞ്ചർമാൻ ഒരു പെങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം പെങ്ങളുടെ കൂടെ ഡേഞ്ചർമാൻ ബാങ്കിലേക്ക് കാശ് എടുക്കാൻ വേണ്ടി പോയി. അതിന്റെ ഇടയിൽ തന്റെ പെങ്ങളെ ബാങ്കിൽ ഇരുത്തി ഡേഞ്ചർമാൻ എന്തോ ഒരു സാധനം മേടിക്കാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. അതേസമയം ആ ബാങ്ക് കൊള്ളയടിക്കാൻ യോഗരാജും അയാളുടെ ടീമും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. രാഹുകാലൊക്കെ നോക്കിയിട്ട് കക്കാൻ വരുന്ന കള്ളനോ? അയ്യോ, യോഗരാജ് എവിടെ? ഓ ശേ, മുഖംമൂടി ഇട്ടൂലേ യോഗരാജ്. അയ്യോ, ഈ മുഖംമൂടി ഇട്ടപ്പോ ആരാണെന്ന് മനസ്സിലാവണേ ഇല്ലാട്ടോ, പൊട്ടൻ. എന്റെ അഭിപ്രായത്തിൽ ഈ മുഖംമൂടി ഇടുന്നതിനേക്കാളും ഭേദം അത് ഊരിക്കളയണതാണ്. എന്റെ പേര് വിളിച്ച ബാമനെ പന്നി ഞാൻ നിന്റെ പേര് വിളിക്കൂല. അങ്ങനെ യോഗരാജ് ഡേഞ്ചർമാന്റെ പെങ്ങളെ കൊന്നു. കെട്ടക്കനവ് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് പോടു. അങ്ങനെ ഒടുവിൽ യോഗരാജിനെ കൊല്ലാൻ വേണ്ടി ഡേഞ്ചർമാനും തുടക്കത്തിൽ നമ്മൾ കണ്ട പോലീസുകാരിയും കൂടി പോവുകയാണ്. എന്റെ അഭിപ്രായത്തിൽ ഈ സീനിലെല്ലാം ഇയാൾ ചത്തു. ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ഈ അടിയിൽ തന്നെ ചത്തുണ്ടാവും. അങ്ങനെ യോഗരാജ് ചത്തു. പരിക്ക് പറ്റിയ നമ്മുടെ ആള് തേങ്ങ, ഈ പൊട്ടൻ തലയിടിച്ചു വീണു. അതോടെ അയാളുടെ തലച്ചോറും ഓർമ്മയൊക്കെ അങ്ങോട്ട് പോയി. എന്താ തലച്ചോറോ അതോ മഴവില്ലോ?
ഇനിയിപ്പോ തലച്ചോറും ഇയാൾ തന്നെ ഉണ്ടാക്കി വെച്ചതായിരിക്കും. സാധാരണ മനുഷ്യന്മാരുടെ തലച്ചോറിൽ ഇങ്ങനെ പോപ്പിൻസിന്റെ കളറൊന്നും ഉണ്ടാവാറില്ല. അവരുടെ മൂളയിൻ ഒരു പകുതിയിൽ ബാധിപ്പ് ഏർപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ 50% ഓർമ്മ പോയ ഡേഞ്ചർമാനെ പോലീസ് വെറുതെ വിട്ടു. അതോടെ ഈ പടം കഴിഞ്ഞു. ഇനി ഈ സിനിമയെ പറ്റി 2 വാക്ക്. ഡേഞ്ചർമാൻ ആണിത്രേ. ഈ പടമൊക്കെ ഇരുന്ന് കാണുന്നവർക്കാണ് ഡേഞ്ചർ. ഇതൊക്കെ കണ്ടിട്ട് എന്റെ തലച്ചോറ് പോയോന്നാവോ? അപ്പൊ ശരി, ഞാൻ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുതിട്ടാ. ഓർമ്മയില്ല? അതന്നെ.